നമസ്കാരം, ഞാൻ ജയൻ പിലാത്തികുളം. ഞാൻ ഇന്നുള്ളത് മുന്നാറിലെ വട്ടവട എന്ന സ്ഥലത്താണ്. വട്ടവടയിൽ ഞാൻ ഡിസൈൻ ചെയ്ത ഒരു കോവിലൂർ റിസോർട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ട് പ്രോജക്റ്റിന് മുമ്പിലാണ്. ഈ റിസോർട്ട് പ്രോജക്റ്റ് എല്ലാത്തിനും വ്യത്യസ്തമാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈനിങ് പ്രത്യേകതകൾ കൊണ്ടാണ്. ഈ സ്റ്റൈലിലൊരു പ്രോപ്പർട്ടി നമുക്ക് കേരളത്തിലോ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ട്യൂഡർ പാറ്റേണിലുള്ളതും ട്യൂഡർ ഡിസൈനിലുള്ളതുമാണ്. ഇത്രയും വ്യത്യസ്തമായ ഒരു എലിവേഷനും ഡീറ്റെയിലിങ്ങും മറ്റൊരു പ്രോപ്പർട്ടിക്കും നമുക്ക് ഒരുപക്ഷെ അവകാശപ്പെടാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് ഒരു പൂർണ്ണമായും ഒരു സ്കോട്ട്ലൻഡ് UK ഭാഗത്തേക്കുള്ള 16ാം നൂറ്റാണ്ടിലെ ട്യൂഡർ കോൺസെപ്റ്റുള്ള ഒരു പാറ്റേണാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ എലിവേഷൻ എപ്പോഴും ഏത് അന്തരീക്ഷം ഇപ്പോൾ വളരെ നീലിമയാർന്ന ഒരു പ്രകൃതി ദൃശ്യമാണ് ഇവിടെയുള്ളത്. ഇത് ഇനി ഒരു ക്ലൗഡഡ് ഏരിയയിലും ഈ ബിൽഡിംഗ് വളരെ മനോഹരമാകുന്നത് അതുകൊണ്ടാണ്. ഇത് കോവിലൂർ റിസോർട്ട്സ് എന്ന് പറയുന്ന സ്പൈസ് കൺട്രി ഓൺ ചെയ്യുന്ന ഒരു റിസോർട്ട് പ്രോജക്റ്റാണ്. ഇവിടെ ധാരാളം ഗസ്റ്റ് വരികയും ഈ റിസോർട്ട് ഒരു വലിയ ഫോട്ടോഗ്രാഫിക് പോയിൻ്റാണ്. കാരണം സ്വിറ്റ്സർലൻഡുമായിട്ട് ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. മൂന്നാർ എന്ന് പറയുമ്പോൾ സ്വിറ്റ്സർലൻഡ് ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ഉള്ള ഒരു ബിൽഡിംഗ് ആംബിയൻസ് ആണ് നമ്മളിവിടെ കൊണ്ടുവന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വിറ്റ്സർലൻഡിലാണോ അല്ലെങ്കിൽ യൂറോപ്പിലാണോ UK എന്നൊക്കെ തോന്നാവുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ഈ ബിൽഡിംഗ് ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് ഈ കോവിലൂർ റിസോർട്ട്സിൻ്റെ പ്രത്യേകത. ഇത് ഈ റിസോർട്ടിലേക്കുള്ള എൻട്രിയാണ്. ഇതിൻ്റെ ഞാൻ കൂടുതൽ ഡിസൈനിങ്ങിനെ കുറിച്ചാണ് പറയുക. കാരണം ഡിസൈനർ ആയതുകൊണ്ട് അതിൻ്റെ ഡിസൈനിങ്ങിനെ കുറിച്ചാണ്. ഇത് ഈ ഒരു ഗേറ്റ് ഇത് നമ്മൾ മെറ്റലിൽ ഉണ്ടാക്കിയെടുത്താണ്. മെറ്റലും കാസ്റ്റ് അയണുള്ള ഒരു കോമ്പിനേഷനാണ്. മെറ്റലും മുഴുവൻ കാസ്റ്റ് അയൺ അല്ല, എന്നാൽ മെറ്റലിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെറ്റലും കാസ്റ്റ് അയണുള്ള ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഗേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗേറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു ട്രഡീഷണൽ പഴയ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു ബംഗ്ലാവുകൾക്കൊക്കെയുള്ള ഒരു ഡിസൈൻ പാറ്റേണാണ്. അതുപോലെ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഈ പില്ലേഴ്സ് മൊത്തം തന്നെ ഇങ്ങനെ ഫെറോ സിമെൻറ്റ് മറ്റ് ഡീറ്റെയിലൊക്കെ വെച്ചിട്ട് ഒരു ക്ലാസിക്കൽ പാറ്റേണിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ പഴയ യൂറോപ്യനിലെ 17-16 നൂറ്റാണ്ടിലൊക്കെയുള്ള ഒരു ഗേറ്റിൻ്റെ എൻട്രിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു എലിവേഷൻ ഈ ഒരു എൻട്രി ഭയങ്കര ഫീൽ ഉണ്ടാക്കും. കാരണം അത്തരത്തിലൊരു ഗേറ്റ് ആണെങ്കിൽ മാത്രമേ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു തീമിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഗേറ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ റിസോർട്ടിലേക്ക് കയറി വരുമ്പം തന്നെ നമ്മളൊരു വലിയ റീറ്റെയിൻ വാളിൻ്റെ മുമ്പെത്തും. ആ റീറ്റെയിൻ വാളിൻ്റെ മുകളിൽ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ 2 ഗസീബോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ റീറ്റെയിൻ വാളിൻ്റെ മുകളിൽ നിറയെ നമ്മൾ ഈ വെറോസിമെൻറ്റ് പ്രോഡക്ട്സ് ലീഫുകൾ വെച്ചിട്ട് ഒരു കോപ്പർ കളർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു സ്പൈറൽ സ്റ്റെയർകേസ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ റിസോർട്ടിൻ്റെ ഗാർഡൻ ഏരിയയിലേക്ക് എത്തും. ആ ഗാർഡൻ ഏരിയയിലാണെങ്കിൽ വലിയ 2 വാട്ടർ ബോഡികൾ ഒരു ഫൗണ്ടെയിൻസ് പഴയ ക്ലാസിക്കൽ ഫൗണ്ടെയിൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കോവിലൂർ റിസോർട്ടിൻ്റെ എൻട്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലോഞ്ചാണ്. ഈ ലോഞ്ചിൽ നമ്മൾ എത്തുമ്പോൾ ഇവിടെ നമ്മൾ കാർ ഇറങ്ങി അകത്തേക്ക് പോവാണ്. ഈ ലോഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ഒരു ഇംഗ്ലീഷ് പാറ്റേണിലേക്കാണ് കൊണ്ടുവന്നുള്ളത്. ഇതിൽ നമ്മൾ ഈ കാണുന്ന വിൻഡോസ്, ഏറ്റവും ടോപ്പ് കാണുന്ന വിൻഡോസ്, ആ വിൻഡോസൊക്കെ തന്നെ ഒരു ആൻറ്റിക് ഫീൽ അതിന് ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ ഡോർമർ വിൻഡോസ്, ഒരു 3 ഡോർമർ വിൻഡോസ് ഈ ഭാഗത്തും ഒരു 3 ഡോർമർ ആ ഭാഗത്തും, പിന്നെ പുകക്കുഴൽ, അതൊക്കെ ഒരു യൂറോപ്യൻ എലമെൻറ്റിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ട്യൂഡർ ഡിസൈനിലുള്ള ഇൻറ്റു ബോർഡേഴ്സ് നമ്മൾ ഇതിലൊക്കെ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാസ്റ്റയൻ, രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ കാസ്റ്റയൻ ഈ ജാളികളാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ കാസ്റ്റയൻ വെച്ചിട്ടാണ് ഈ പില്ലർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലോബി കാണുന്ന വിൻഡോസിനുള്ളിൽ സെറാമിക് ടൈല് കുടുക്കിയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ഡിസൈനും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന ചക്ര മ്യൂറൽസ്, ഇതൊരു ആർക്കിടെക്ചറൽ മ്യൂറൽസ് ആണ്. ഇതൊരു ചക്ര മ്യൂറൽസ് എന്ന് പഴയ മഗധയിലൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് നമ്മൾ ഗ്ലാഡിൻഡൈലിൻ്റെ കൂടിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ സെയിം സിമെട്രിക്കൽ സൈഡാണ് അവിടെയും വരുന്നത്, ആ ഭാഗത്ത്. അപ്പോൾ ആ സിമെട്രിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ അതിലും ഇതേമാതിരി തന്നെ സെയിം ഡീറ്റെയിലിംഗ്, ഡോർമർ വിൻഡോസ്, ഡോർമർ എലമെൻറ്റ്സ്, അതുപോലെ ട്യൂഡർ എലമെൻറ്റ്സ്, കാസ്റ്റയൻ ജാലീസ് ഒക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അതുകൂടാതെ ഈ ഭാഗത്തും ഒരു ഡോർമർ വിൻഡോസ് മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മളൊരു യൂറോപ്യൻ രാജ്യത്ത് പോയ
ഒരു ഫീൽ ഉണ്ടാവും. മാത്രമല്ല ഈ സ്വിമ്മിംഗ് പൂൾ ഏരിയനെയും പിന്നെ നമ്മുടെ കോട്ടേജ് ഏരിയനെയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി ഇതിലൂടെ ക്ലാസിക്കൽ ലെവലിലുള്ള ഒരു പാലം, ഒരു ബ്രിഡ്ജ്, ഒരു മെറ്റൽ ബ്രിഡ്ജ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെറ്റൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു സാധാരണ രീതിയിലുള്ള ബ്രിഡ്ജല്ല. 2 ഇരുമ്പിൻ്റെ പോസ്റ്റിൻ്റെ മുകളിൽ പിന്നെ കാസ്റ്റൈനൊക്കെ വെച്ച് ലൈറ്റൊക്കെ കൊടുത്ത് രാത്രി മനോഹരമായ ഒരു ആംബിയൻസാണ് ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്. ആ ബ്രിഡ്ജാണ് ഇതിൻ്റെ പൂൾ ഏരിയനെയും പിന്നെ കോട്ടേജ് ഏരിയനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു വേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സ്റ്റൈൽ, അതേമാതിരി ഈ റീറ്റൈലിംഗ് ബോർഡ് കംപ്ലീറ്റ് നമ്മളൊരു മഡ് ഫിനിഷിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. മഡിൻ്റെ ഒരു കളറൊക്കെ അടിച്ചിട്ട് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഇൻറ്റീരിയറിൽ കംപ്ലീറ്റ് ഒരു എത്തനിക് ആംബിയൻസും ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളൊരു പഴയ ഇംഗ്ലീഷ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന മാതിരി ഒരു ഫോട്ടോഗ്രാഫി ഇഫക്റ്റുമാണ് നമ്മൾ ഈ റിസോർട്ട് ഉണ്ടാക്കുന്നത്. ഇത് റിസോർട്ട് മാത്രമല്ല, ഇതൊരു ആർക്കിടെക്ചർ ബ്ലെൻഡാണ്. അതിൽ നമ്മളെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്വിറ്റ്സർലൻഡിൻ്റെയോ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെയോ കാലാവസ്ഥയിൽ അത്തരത്തിലൊരു ബിൽഡിംഗ് ആകുമ്പം തന്നെ അത് വളരെ എഫക്റ്റീവും വളരെ ഡീറ്റെയിലിങ്ങും അതിൻ്റെ മനോഹാരിതയും നമുക്ക് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും മനോഹരമാണ്. അപ്പോൾ ഓരോ സ്റ്റില്ലിൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഈ ലോഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ സ്റ്റെയർ കേസ് ഏരിയ കാണുന്നുണ്ട്. ആ സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെ ലിഫ്റ്റും ഉണ്ട്. ആ ലിഫ്റ്റിൻ്റെയും സ്റ്റെയർ കേസിൻ്റെ ഇടയിൽ നമ്മൾ ടോപ്പിലേക്ക് വലിയൊരു ഷാൻലിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഷാൻലിയറിൻ്റെ അപ്പുറം നിറയെ കളർ ഗ്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല കാസ്റ്റ് ആൻഡ് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു പഴയ ഒരു കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ പഴയ പാലസിൻ്റെ ഇൻറ്റീരിയർ ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒരു സാധാരണ പ്ലാസ്റ്റർ ഓഫ് അല്ലെങ്കിൽ LED ലൈറ്റോ വെച്ചുള്ള ഒരു ഇൻറ്റീരിയർ അല്ല. ഇത് തീർത്തും ഒരു പഴയ റോയൽ പാലസിലേക്ക് കയറുന്ന ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതിലെ ഫ്ലോറിംഗ് ആണെങ്കിലും ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഈ ഒരു പിന്നെ ലിഫ്റ്റിൻ്റെ വാൾ പോലും ഒരു ഡിസൈൻ പാറ്റേണിലാണ് വരുന്നത്. അതുപോലെ ഇതിൽ ലൈറ്റുകളൊക്കെ തന്നെ ആൻറ്റിക് സ്റ്റൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഫെറോസിമെൻറ്റ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു ക്ലാസിക്കൽ ഇംഗ്ലീഷ് എലമെൻറ്റുകൾ നമുക്ക് പലപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫയർ പ്ലേസ്, ഇത് ഈ റിസപ്ഷൻ്റെ പ്രധാനപ്പെട്ട അട്രാക്ഷനാണ്. ഇതിൽ ആർട്ടിഫിഷ്യൽ പിന്നെ ഒരു ഫയറിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ റിസപ്ഷൻ ഏരിയയിൽ ഈ ഒരു ഫയർ പ്ലേസ് ഇതിനെ ഒരു യൂറോപ്യൻ പഴയ ക്ലാസിക്കൽ യൂറോപ്യൻ തീമിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അതുപോലെ ഈ പറയുന്ന റിസപ്ഷൻ ഏരിയയിലുള്ള ഒരു വലിയ പിന്നെ മ്യൂറൽസ്, അതൊരു ഈജിപ്ഷ്യൻ സ്റ്റൈലിലെ മ്യൂറൽസ് ആണ്. ആ മ്യൂറൽസ് നമ്മൾ ഗോൾഡ് പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഗോൾഡ് പെയിൻറ്റിൽ അത് കറക്റ്റായിട്ടൊരു നമുക്കൊരു പഴയ കാലഘട്ടത്തിലുള്ള ചെമ്പിലോ പിച്ചറയിലോ ഒക്കെ ചെയ്ത മാറ്റത്തെ ഒരു ആൻറ്റിക് ഫീലിംഗ് ഉണ്ടാക്കും. ഇതിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ചുറ്റുമുള്ള ടൈലുകളും അതുപോലെ തന്നെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ക്ലാസിക്കൽ ഗോൾഡൻ വൈറ്റ് ബ്രൈറ്റ് ടൈൽസ് ഇതിനെ മനോഹരമായൊരു ദൃശ്യഭംഗി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു ഹോട്ടൽ ഇൻറ്റീരിയേഴ്സ് കാണുന്നതിനേക്കാളും ഡിഫറെൻ്റാണ്. ഒരു പഴയ പാലസിൻ്റെ എൻട്രി എത്തിയ പോലെ ആ രീതിയിലുള്ള കാർപ്പറ്റ് ടൈലുകൾ, ഡിസൈൻ ടൈലുകൾ, അങ്ങനെ ടോട്ടൽ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ പാറ്റേണുകളും നമ്മൾ ഈ പിന്നെ ബിൽഡിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് സീലിംഗ് ഒന്നും ഫാൾസ് സീലിംഗ് അല്ല, എല്ലാം റിയൽ സീലിംഗ് ആണ്. കൃത്യമായിട്ട് വുഡ് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സീലിംഗ് ഡീറ്റെയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സീലിംഗ് ഒക്കെ വർഷങ്ങളോളം ഇവിടെ നിലനിൽക്കുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് നമ്മളെ ഈ ഒരു റിസോർട്ടിലെ ഒരു ഡൈനിങ് ഏരിയയാണ്. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ കംപ്ലീറ്റ് ഗ്ലാസ് വിൻഡോസാണ്. അപ്പോൾ ഡൈനിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തുള്ള പ്രകൃതി ദൃശ്യങ്ങളെ കൃത്യമായി കാണാൻ പറ്റും. മാത്രമല്ല അവശേഷിക്കുന്ന ചൂടിനെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്ലാസ് വിൻഡോസ് നമ്മൾ കൊടുത്തുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ അറിയാമല്ലോ, ഈ ഗ്ലാസ് വിൻഡോസൊക്കെ ചൂടുള്ള സ്ഥലത്ത് കൊടുക്കും. എന്നിട്ട് അവസാനം ആ ചൂട് സഹിക്കാൻ പറ്റാതെ ഇവിടെ പക്ഷേ ഈ ഗ്ലാസ് വിൻഡോസ് പുറത്തിരിക്കുന്ന അവശേഷിക്കുന്ന ചൂടിനെ അകത്തേക്ക് എത്തിക്കാനും പുറത്തുള്ള പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാനും വേണ്ടിയിട്ടാണ് ഈ സ്ഥലം കംപ്ലീറ്റ് നമ്മൾ ഇങ്ങനെ ഗ്ലാസ് വിൻഡോസ്, കുറേ വിൻഡോസാണ് ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ഇങ്ങനെ വെൽഡ് ചെയ്തിരുന്നിരിക്കുകയാണ്. വിൻഡോസ് ഇങ്ങനെ ഒരു മെറ്റൽ ഫ്രെയിമിൽ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് കിച്ചൺ ഏരിയയാണ്. കിച്ചൺ ഏരിയയിൽ നമ്മൾ ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ കിച്ചണിലെ കാണൂല, ആ ഫ്രോസ്റ്റഡ് ഗ്ലാസ്സുകളുണ്ട്. ഈ ഭാഗത്ത് പ്രകൃതി ദൃശ്യങ്ങളായതുകൊണ്ട് ഇത് കംപ്ലീറ്റ് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലെല്ലാ പൊളികളും തുറക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഡിസൈൻ ഗ്രില്ലുള്ള സ്ഥലത്ത് മാത്രമേ പൊളികൾ തുറക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഫിക്സഡ് ആയിട്ട് ഈ പൊളികൾ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ, കോടമഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗങ്ങൾ നമുക്ക് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് ഈ റിസോർട്ടിൽ ഇരുന്ന് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ഡൈനിങ് കൊണ്ട് പ്രത്യേകത. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഈ സ്റ്റെയർ കേസിലൂടെ 4th ഫ്ലോറിലേക്ക് എത്തും. 4th ഫ്ലോറിലേക്ക് എത്തുന്ന പറഞ്ഞാൽ ആ ഏരിയ ഒരു വിശാലമായ ഏരിയയിൽ എത്തിപ്പെടാൻ വേണ്ടി ഈ ഒരു സ്റ്റെയർ കേസ് ലാൻഡിങ്ങിലൂടെയാണ്, അതായത് 2 വേ സ്റ്റെയർ കേസ് ലാൻഡിങ്ങിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ
നമുക്ക് ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട്. അവിടെ ക്യാരം ബോർഡ്, പിന്നെ ടെന്നീസ് ടേബിള്, അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ വലിയൊരു കൺവെൻഷൻ സെൻറ്റർ, നമുക്കൊരു കമ്പനിക്ക് ഒരു മീറ്റിംഗ് നടത്താനുള്ള ഹാള്, കുറേ 10-30 ആൾക്കാർക്ക് ഇരുന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു ഹാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഈ ചരിഞ്ഞ ഈ മേൽക്കൂര, ഇവിടെ തീരെ ചൂടില്ലാന്ന് അതിൻ്റെ പ്രത്യേകത. കാരണം കുഞ്ഞാറ് സ്ഥലത്ത് ഒരുപാട് ചൂടുണ്ടാവില്ല, ഫാൻ പോലും ആവശ്യമില്ലാത്ത ഈ പിന്നെ അപ്പർ ലിവിങ് ഹാളിൽ നമുക്ക് ഒരു 6 ഡോർമറി ഈ സൈഡിലും 6 ഡോർമറിയുടെ ആ സൈഡിലും ഡോർമർ വിൻഡോസ് എന്ന് പറഞ്ഞാൽ പഴയ ഇംഗ്ലീഷ് ട്യൂഡർ ക്ലാസിക്കലിലെ ആറ്റിക് വിൻഡോ സ്പേസിനാണ് ഡോർമർ വിൻഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡോർമർ വിൻഡോസ് നമുക്ക് കൃത്യമായിട്ട് പ്രകൃതിയെ അകത്തേക്ക് എത്തിക്കാനും നമുക്ക് ആ വിൻഡോൻ്റെ സൈഡിലിരുന്നാൽ പ്രകൃതിയെ പുറത്തേക്ക് കാണാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണിത്. അപ്പോൾ അത്തരൊരു ഡിസൈൻ, അതായത് ഒരു യൂറോപ്യൻ ഇംഗ്ലീഷ് ക്ലാസിക്കൽ ഡിസൈനിൻ്റെ ടോട്ടാലിറ്റിയാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഹാളിൽ നമുക്ക് കാണുന്നത്. ഈ ആറ്റിക് സ്പേസ് മനോഹരമായി വലിയൊരു സ്ക്വയർ ഫീറ്റ് ഏരിയ നമുക്ക് യൂട്ടിലിറ്റി വരികയാണ്. പലപ്പോഴും വീടുകൾക്കും ഇത് സാധിക്കും, പക്ഷേ വീടുകൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ അത് കാരണം പറ്റില്ല. പക്ഷേ മുന്നാർ പറയുന്ന സ്ഥലത്ത് ഈ ആറ്റിക് സ്പേസിനെ വളരെ യൂട്ടിലിറ്റി ഉള്ളൊരു സ്പേസാക്കി മാറ്റാനും വളരെ മനോഹരമായ സ്പേസാക്കി മാറ്റാനും പറ്റും. ഇതിൻ്റെ അടുത്തുള്ള ഒരു ടോയ്ലറ്റ് യൂണിറ്റാണ് ഇത്. ഈ ടോയ്ലറ്റ് യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കണ്ടില്ലേ ഇവിടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ആണ് ഇപ്പോൾ ഉള്ളത്. ഈ ബുദ്ധൻ സ്റ്റാച്യു ഇവിടെ വെച്ചതിനെ കൊണ്ട് തന്നെ ഇത് ഒരിക്കലും ടോയ്ലറ്റ് യൂണിറ്റാ തോന്നൂല. പക്ഷേ അതിന് നല്ല മനോഹരമായിട്ട് പൂക്കളൊക്കെ അലങ്കരിച്ച് ഇതിൻ്റെ ബാക്കിൽ ഒരു ടോയ്ലറ്റ് യൂണിറ്റ് ഉണ്ട് ഈ ഹാളിൽ വരുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എവിടുന്ന് നോക്കിയാലും ഏത് ജാലകങ്ങൾ നോക്കിയാലും ഈ മുന്നാറിൻ്റെ പ്രകൃതി ഭംഗി കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എലമെൻ്റ് ഉള്ളത്. ഈ ഒരു ഫ്ലോറിങ് വളരെ ഡിഫറെൻ്റാണ്. ഒരു ഗ്രീൻ ടിൻ്റാണ് മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത്. സീലിങ്ങിലും ഫ്ലോറിലും ഒക്കെ തന്നെ ഒരു ഗ്രീൻ ടിൻറ്റ്. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു ഡിസൈനർ ടൈലുകളൊക്കെ വെച്ച്, കാർപ്പറ്റ് ടൈലുകളൊക്കെ വെച്ച്, ഷാൻഗ്ലിയറൊക്കെ വെച്ച് അതിനെ ഒരു ടോട്ടൽ ഒരു ഇംഗ്ലീഷ് തീമിലേക്ക് ഈ ഒരു ആറ്റിക് സ്പേസിനെ കൊണ്ടുപോയിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ മെറ്റൽ റാഫ്റ്റുകളാണ്. മെറ്റൽ റാഫ്റ്റുകളുടെ മുകളിൽ ഒരു പ്രത്യേക ടൈപ്പ് ടാറ്റേൻ്റെ ഒരു ഷീറ്റാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെയ്റ്റ്ലെസ് ആണ്, ചൂട് കുറയ്ക്കാൻ, അതായത് തണുപ്പ് കുറയ്ക്കാൻ ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് ചൂടല്ലല്ലോ കുറയേണ്ടത്, തണുപ്പാണല്ലോ കുറയേണ്ടത്. അപ്പോൾ ഈ ഷീറ്റ് വളരെ അതിന് അനുയോജ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ ഡിസൈൻ ചെയ്തത്. ഇത് കംപ്ലീറ്റ് നമ്മൾ ആ ഒരു വലിയ ആറ്റിക് ഏരിയയിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങിയിരുന്നത് ഒരു വുഡൻ സ്റ്റെയർ കേസും മെറ്റൽ ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ഹാൻഡ് റെയിൽസിലാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഈ ഒരു വലിയ വിൻഡോസിൻ്റെ കൂടെ കൃത്യമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയ ഒരു ദൃശ്യം നമുക്ക് ഇവിടെ അനുഭവപ്പെടും. അതാണ് ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ബാക്ക് സ്പേസ് ആണ്. അതായത് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഫ്രണ്ട് സ്പേസിൻ്റെ അതേ ഏരിയയിൽ നമ്മൾ ബാക്ക് കൂടെ വന്ന് കയറുന്ന ഒരു ചെറിയ വരാന്ത. ഈ വരാന്തയിൽ ലെഫ്റ്റ് സൈഡിൽ 2 മ്യൂറൽസ് കൊടുത്തിട്ടുണ്ട്. ആഫ്രിക്കൻ മ്യൂറൽസാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ ഓപ്പൺ സ്പേസ് എത്തും. ഈ ഓപ്പൺ സ്പേസിൽ ഗസ്റ്റിന് ജസ്റ്റ് ഇരിക്കാനും റിലാക്സ് ചെയ്യാനും കുട്ടിയൊക്കെ ഓടി കളിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിൻ്റെ സെൻട്രലായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തുകൊണ്ട് ഒരു വലിയ ഫൗണ്ടെയിൻ ഉണ്ട്. ഈ ഫൗണ്ടെയിൻ ആണ് ഇതിൽ പ്രധാന എലമെൻറ്റ്. ഈ ഫൗണ്ടെയിനിൽ നമ്മൾ രാത്രിയാകുമ്പോൾ കളർ ലൈറ്റ് ഇട്ടിട്ട് വെള്ളച്ചാട്ടം ഇതിലൂടെ വരുന്നുണ്ടാവും, വെള്ളം ഒഴുകുന്നുണ്ടാവും. അപ്പോൾ ഈ ഫൗണ്ടെയിനാണ് ഇതിൻ്റെ ഈ ഭാഗത്തെ ഏറ്റവും ഒരു മെയിൻ ഫോക്കസിങ് ഏരിയ. ഈ കോമൺ ഏരിയയിൽ നിന്ന് 2 സ്പൈറൽ സ്റ്റെയർകേസ്, ഒന്ന് അവിടെയുണ്ട് ഒന്ന് ഇവിടെയുണ്ട്. 2 സ്പൈറൽ സ്റ്റെയർകേസൂടെ നമുക്ക് ഈ താഴത്തുള്ള ഡൗൺ ഏരിയയിലേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇറങ്ങണമെങ്കിൽ നമുക്ക് ഇതിലൂടെ ഒരു സ്പൈറൽ സ്റ്റെയർകേസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 2 ഗസീബോ സ്പേസ് കിട്ടും. ഗസീബോയിലേക്കാണ് എത്തുന്നത്. ആ ഗസീബോയിൽ 2 വലിയ ഗസീബോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗസീബോയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മൾ സ്പൈറൽ സ്റ്റെയർകേസിൽ ഒരു ക്ലാസിക്കൽ ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള സ്പൈറൽ സ്റ്റെയർകേസ് കാസ്റ്റ് അയണും മെറ്റലും വെച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പൈറൽ സ്റ്റെയർകേസിലൂടെയാണ് നമ്മൾ ഈ ഗസീബോ ഏരിയ എത്തുന്നത്. ഗസീബോ എന്ന് വിശാലമായിട്ടുള്ള ഒരു വട്ടവടയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസാണ്. ഈ സ്പേസാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിനെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള മഞ്ഞ് പെയ്യുന്ന, മരം കൊച്ചുന്ന, തണുപ്പുള്ള, നനുനടുത്ത മരങ്ങളുള്ള ഒരു വലിയ ലാൻഡ്സ്കേപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഈ റിസോർട്ടിൽ നിറയെ നമ്മൾ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. നിറയെ ഫ്രൂട്ട്സ് ഗാലറി. ഇതൊരു ഫ്രൂട്ട്സ് ഏരിയയാണ്. ഇവിടെ നിറയെ പാരക്കയും ഓറഞ്ചും ഒക്കെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകളാണ് വെച്ചിട്ടുള്ളത്. ആ ഫ്രൂട്ട്സുകളുടെ ഒരു ഗാർഡനിലേക്കാണ് നമ്മൾ ഈ ഗസീബോ ഏരിയയിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത് റിസോർട്ടിലെ വലിയ 2 ബെഡ്റൂമുകളാണ്. ഈ വലിയ 2 ബെഡ്റൂമുകളിൽ 2 ഡബിൾ കോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഡബിൾ കോട്ടിൽ ഇട്ടതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഒരു റൂമിൽ തന്നെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ചുറ്റുമുള്ള ജാലകങ്ങൾ,
ഈ ജാലകങ്ങളിലൊക്കെ ഡിസൈൻസ് ഉണ്ട്. ഈ ജാലകങ്ങളൊക്കെ തുറന്നിടാവുന്നതും അടച്ചിടാവുന്നതുമായിട്ട് ജാലകങ്ങളാണ്. ഇതിലൂടെ ഈ പ്രകൃതിയെ ഈ റൂമിൻ്റെ അകത്തേക്ക് പൂർണ്ണമായിട്ടും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ക്ലാസിക് ചെയേഴ്സും ഒരു ക്ലാസിക് ആയിട്ടുള്ള സ്റ്റൈലിലുള്ള ഒരു ടേബിളും അങ്ങനെ എല്ലാം തന്നെ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഫ്ലോറിങ്ങും ആ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള കട്ടിലിൻ്റെ ഡിസൈനും ലൈറ്റുകളും ലൈറ്റ് പാറ്റേണുകളും ഒക്കെ തന്നെ നമ്മളെ മോഡേൺ ആർക്കിടെക്ചറിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിക് സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ ഹെറിറ്റേജ് സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സാണ് നമ്മൾ ഈ റൂമിന് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ റിസോർട്ടിലെ മറ്റൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ നമ്മൾ വളരെ വിശാലമായ ഒരു ഡബിൾ ബെഡ്റൂം സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ തന്നെ പണ്ടത്തെ ഇംഗ്ലീഷ് ബംഗ്ലാവിലുള്ള പലകടിച്ചമായിട്ടുള്ളൊരു സീലിംഗ് കോൺസെപ്റ്റും ബോർഡേഴ്സും ഒക്കെയാണ്. ഒരു ഹെറിറ്റേജ് ബംഗ്ലാവിൻ്റെ ഇൻറ്റീരിയറിൻ്റെ എഫക്റ്റ് തന്നെ. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത ഈ ബാത്റൂമുകളാണ്. ഈ ബാത്റൂം വളരെ വലുതാണ്. ഇതിൽ ജഗൂസി ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് റിച്ച് പഴയ ബ്രിട്ടീഷ് ഒരു വൈറ്റ് ഫീലിംഗ് ബാത്റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ഡിസൈനർ ടൈലുകളും കൊടുത്തിട്ടുണ്ട്. ഒരു കുളിക്കാനുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷനും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാത്റൂം വളരെ വലുതാണെന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ കളർ കോൺസെപ്റ്റാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ടൈലുകളൊന്നും തന്നെ അതിൽ ഉപയോഗിച്ചില്ല എന്നുള്ള അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ പുറത്തേക്കുള്ള ഈ റൂം, ഈ ഡോർ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ, ഈ റൂമിൽ നിന്ന് നമ്മൾ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ അതിവിശാലമായ വട്ടവടേൻ്റെ പ്രകൃതി ഭംഗി നമ്മുടെ ബാൽക്കണിയിലേക്ക് ഒഴുകിയെത്തുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേണാണിത്. ഈ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ മലമടക്കുകളുടെ ഇടയിലുള്ള ഒരു ഇടമായിട്ട് ഇത് മാറുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഫൗണ്ടനും ലാൻഡ്സ്കേപ്പ് ഏരിയ ഒക്കെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. ടോട്ടൽ ഈ റിസോർട്ടിൽ 20 ബെഡ്റൂമുകളാണുള്ളത്. ആ ബെഡ്റൂമിൽ മൂന്നാമത്തെ ഡിസൈനിലുള്ള ഒരു ബെഡ്റൂമാണിത്. ഇതിൽ ഇതേമാതിരി തന്നെ ആ ഫ്ലോർ പാറ്റേണും സീലിംഗ് പാറ്റേണും ഒക്കെ തന്നെ ട്രഡീഷണൽ ലുക്കിലാണ്. ലൈറ്റ് പാറ്റേണും അങ്ങനെ തന്നെയാണ്. അതുകൂടാതെ അതിൻ്റെ ഭാഗത്ത് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ടോയ്ലറ്റ് യൂണിറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റ് കുറച്ച് ചെറുതാണെങ്കിലും അതിൻ്റെ ഡിസൈൻ വളരെ പെർഫെക്റ്റ് ആണ്. വൈറ്റ് ആൻഡ് പ്രിൻറ്റ് ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്ലാസ് പാർട്ടീഷനുള്ള ബാത്ത് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു വലിയ വിശാലമായ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ കോടമഞ്ഞിൻ്റെ ഒരു പിന്നെ മനോഹരമായ ദൃശ്യത്തിലേക്ക് എത്തുന്നത്. വലിയ മലനിരകളിൽ നിന്നും ഇറങ്ങി വരുന്ന ഈ പുലർകാല വേള ശരിക്കും മനോഹരമാക്കുന്നത് ഈ ബാൽക്കണിയുടെ കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഈ ബാൽക്കണി എന്ന് പറയുന്നത് വളരെ വിശാലവും കാസ്റ്റ് അയൺ റെയിൽസൊക്കെ വെച്ച് 2 ആൻറ്റിക് ടൈപ്പ് ചെയറൊക്കെ വെച്ച്, അതേസമയം ഈ ഗ്ലാസ് പൊന്തിച്ച് കഴിഞ്ഞാൽ ഈ റൂമിനും ഇതേ ഫീലാണ് കേട്ടോ. കാരണം ഫുള്ളായിട്ട് നമ്മൾ ബാൽക്കണിയിൽ ഇറങ്ങാതെ തന്നെ മഞ്ഞിനെ തണുപ്പിൽ സ്വീകരിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വലിയ ഗ്ലാസ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, പ്ലെയിൻ ഗ്ലാസ് വിൻഡോസ്. ആ പ്ലെയിൻ ഗ്ലാസ് വിൻഡോസിൽ കർട്ടൻ പൊന്തി കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ല ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി തരുന്നത്. ഈ ഒരു ചെറിയ കുന്ന് കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു ട്യൂഡർ ആർക്കിടെക്ചറിൻ്റെ മനോഹാരിത മനസ്സിലാവും. അതിൻ്റെ ആ റൂഫിൻ്റെ സ്ലോപ്പുകൾ, അതിലുള്ള കാസ്റ്റ് അയൺ വർക്കുകൾ, അതിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ്, കാസ്റ്റ് അയൺ പിന്നെ ആ ഒരു പാലം എല്ലാം തന്നെ ആ ഒരു ട്യൂഡർ കോൺസെപ്റ്റിലേക്ക് ഈ ബിൽഡിങ്ങിനെ മാറ്റുന്ന ഒരു എലിവേറ്റഡ് ബ്യൂട്ടി ശരിക്കും നമുക്ക് ഇവിടെ നിന്നാണ് കൃത്യമായി കാണാൻ പറ്റുന്നത്. ഈ റൂഫ് പിന്നെ ഈ കുന്നിൽ ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ ഈ ഒരു വിശാലമായ ഏരിയയിൽ പ്രവേശിക്കുക. അവിടെയാണ് ഈ ഒരു ചെറിയ കുന്നിൻ്റെ എഡ്ജിലായിട്ട് ഒരു ഇൻഫിനിറ്റി പൂൾ ഉള്ളത്. ആ ഇൻഫിനിറ്റി പൂൾ ഇരിക്കുമ്പം നമ്മൾ ഈ മലമടക്കുകളിൽ കിടന്ന് കുളിക്കുന്നൊരു ഫീൽ ഉണ്ടാവും. ചുറ്റും വലിയ കൂറ്റൻ കുന്നുകളാണ് അല്ലേ. അതിൻ്റെ ഒരു ടോട്ടൽ എലിവേഷൻ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ പാൻ ചെയ്യുമ്പോൾ കാണുന്നത് വലിയൊരു എലിവേഷനാണ്. അതായത് ഭയങ്കര എലിവേറ്റഡ് ചെയ്തൊരു വലിയൊരു കുന്നാണ്. ആ കുന്നിലൊക്കെ സൂര്യൻ്റെ വർണ്ണ ചാരുതകളാണ്. കാരണം പല ഘട്ടത്തിലുള്ള നിഴലുകളും സൂര്യൻ്റെ വെളിച്ചം കൂടി നമ്മളെ പ്രഭാതത്തിനെ മനോഹരമാക്കുകയാണ്. അതുപോലെ ഈ ഒരു മൂടൽ മഞ്ഞ് ഈ ഒരു ബിൽഡിങ്ങിനെ തീർത്തും സ്വിറ്റ്സർലൻഡിനേക്കാളും സ്വിറ്റ്സർലൻഡിൽ ഞാൻ പോയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിനേക്കാളും മനോഹരമായ ഒരു ദൃശ്യഭംഗിയാണ് ശരിക്കും നമുക്ക് ഈ ഒരു മുന്നാറിലെ ഈ വട്ടവട എന്ന് പറയുന്ന ഈ മനോഹരമായ ഒരു ചെറിയ ഗ്രാമം നമ്മുടെ ടൂറിസം രംഗത്തേക്കുള്ള ഒരു വലിയ ഫ്യൂച്ചറിലേക്കുള്ള വലിയ വാഗ്ദാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ ആണ് ഞങ്ങളിവിടെ ചെയ്തത്. ഈ റിസോർട്ടിൽ 20 റൂമുകൾ കൂടാതെ കുറച്ച് കോട്ടേജുകളുണ്ട്. ആ കോട്ടേജിൽ ഒരു കോട്ടേജിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഇതൊരു 3 ബെഡ്റൂമുള്ള കോട്ടേജാണ്. ഈ കോട്ടേജിൻ്റെ അകത്ത് കാണാൻ ഇപ്പോൾ സൗകര്യമില്ല, കാരണം അവിടെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അനുമതിയല്ല. ബാക്കി കുറച്ച് കോട്ടേജുകൾ ഈ ഭാഗത്തൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1 സ്റ്റോറി ബിൽഡിംഗ് ആണെന്ന് മാത്രമല്ല, ഇത് ഈ ട്യൂഡർ പാറ്റേൺ ഇത് ഈ കോട്ടേജിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
കോവിലൂർ റിസോർട്ട്സിൻ്റെ ഓളിനോണായ ശരത് കുമാറാണ് നമ്മളോടൊപ്പമുള്ളത്. ശരത്ത് ഇപ്പോൾ ഈ ഗസ്റ്റിനെ ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിൻ്റെ അപ്രീസിയേഷൻ, ഗസ്റ്റിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, അപ്പോൾ ഫോൾട്ടാണെങ്കിലും ശരിയാണെങ്കിലും ഒക്കെ ശരത്താണല്ലോ ഡീൽ ചെയ്യുന്നത്. എന്താണ് ഈ ഒരു ആർക്കിടെക്ചറിലും അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റാലിറ്റിനെ കുറിച്ച്, ഈ റിസോർട്ടിനെ പറ്റി പൊതുവെ ഗസ്റ്റിന് പറയാനുള്ളത്? ഗസ്റ്റ് ഇവിടെ എത്തുമ്പോഴത്തേക്കും പൊതുവെ ട്രാവൽ ചെയ്ത് വളരെ ടയർഡായിട്ടൊക്കെ ആയിരിക്കും ഇവിടെ എത്തുക. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് ഈ അറ്റ്മോസ്ഫിയറും ഈ ആർക്കിടെക്ചർ, ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ അവർ വളരെ ഹാപ്പിയാവും, പതുക്കെ റിലാക്സ് ആയി. പിന്നെ അവര് നമ്മുടെ ഇതിന്റെ എല്ലാം വീഡിയോ എടുക്കല്, റീൽസ് എടുക്കല്, അങ്ങനെ അവരതിൻ്റെതായ ഒരു ഹാപ്പി മൂഡിലേക്ക് മാറും. അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് ഫോട്ടോ പോയിന്റുകളുണ്ട്. അതെ, ഒരു പഴയൊരു കൊളോണിയൽ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ വന്ന ഒരു ഫീലുണ്ട്. അതാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം അല്ലേ? ശരിക്കും ഞാൻ പറഞ്ഞ ടൂറിസത്തിൽ ഈ പ്രോപ്പർട്ടിന്റെ ഇൻഡിവിജ്വാലിറ്റി വലിയൊരു ഘടകമാണ് അല്ലേ? തീർച്ചയായിട്ടും അത് നിർബന്ധം അല്ലേ? തീർച്ചയായിട്ടും. കാരണം അവർ ഈ കണ്ട് പരിചയപ്പെട്ട ഒരു സ്ട്രക്ചർ, ആ ഒരു ബിൽഡിംഗ് ഇതിന്റെ ഇതിലല്ലല്ലോ ഇവിടെ വരുമ്പോ, തിരിച്ചും വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോ, ഇതിന്റെ ഓരോ ഭാഗത്ത് നിന്നിട്ടും ഫോട്ടോ പകർത്തുക, റീൽസ് എടുക്കുക, അതാണ് ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. റീൽസിന്റെ കാലഘട്ടമാണ്. അതന്നെ, പിന്നെ ഡെസ്റ്റിനേഷൻ ഫോട്ടോഗ്രാഫിന്റെ അതിന് പറ്റിയൊരു സാധനമാണ്. തീർച്ചയായിട്ടും. ഇത് ബിനു നമ്മുടെ കോവിലൂർ റിസോർട്ട്സിന്റെ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് മൊത്തം ചെയ്തത്, അതായത് അതിൻ്റെ സ്ട്രക്ചറിലും ബാക്കി കാര്യങ്ങളിലൊക്കെ വിനുവിൻ്റെ ഇൻവോൾവ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം അത്തരത്തിലൊരു കോൺട്രാക്ടറെ എനിക്ക് കിട്ടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ബിൽഡറെ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണ സ്ഥിതിയിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയത്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ ശക്തി പറയുന്നത് ബിനു, ജേക്കബേട്ടൻ, ജോയേട്ടൻ, പിന്നെ നമ്മളുടെ ദുബായിലെ ജോയേട്ടൻ, അത്രയും ആൾക്കാരാണ്. അവരൊരു വളരെ കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ആർക്കിടെക്ചർ, ഒരു എലഗൻസി അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ബിനുവിൻ്റെ അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ബിനു സംസാരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒത്തിരി ബിൽഡിങ്ങെല്ലാം പണിതിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ആർക്കിടെക്റ്റ് ബിൽഡിംഗ് പണിയാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുന്നു. ജയേട്ടനമാരിയുള്ള ആർക്കിടെക്റ്റിൻ്റെ കൂടെ എൻജോയ് ചെയ്താണ് ഞാൻ വർക്ക് ചെയ്തത്. കാരണം നിർദ്ദേശങ്ങളെല്ലാം വളരെ സ്നേഹപൂർവ്വവും വളരെ സ്പർശനപൂർവ്വമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ജയേട്ടൻ പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള ആ ഒരു ഇടപെടലാണ് ഇത്ര മനോഹരമായ റിസോർട്ട് നമുക്ക് മൂന്നാറിൽ പണിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇങ്ങനൊരു റിസോർട്ട്, ഈ ഒരു കൺസെപ്റ്റ് റിസോർട്ട് ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ പ്ലാൻ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. നോട്ട് ബുക്കിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണല്ലോ. അതെ അതെ അതെ. അപ്പൊ അധികം പേടി തോന്നില്ലല്ലോ ചിത്രം കണ്ടപ്പോ? അതെ, അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല എവിടെ? ഇല്ലില്ല, വരച്ചു തരും. വരച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് പേടി. കാരണം അതിനുശേഷമുള്ള നമ്മൾ ചെയ്യും, അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ജയേട്ടൻ്റെ വലിയ സാന്നിധ്യം. പേപ്പർ സ്കെച്ചിൽ, അതായത് ഡീറ്റെയിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒന്നും ഇല്ലാതെ അതൊക്കെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആക്കുന്ന ഉത്തരവാദിത്വം ബിനുവിൻ്റെയാണ്. ഞാൻ വെറുതെ വന്ന് പേപ്പറിൽ വരച്ചിരുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു ഇമാജിനേഷനിലേക്ക് കൊണ്ടുവരാൻ ബിനുവിൻ്റെ ആ ഒരു സ്കില്ല് നമ്മൾ ഈ പ്രോജക്റ്റിൽ വളരെയധികം ഉപയോഗപ്രദമായിട്ടുണ്ട്. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ കോവിലൂർ റിസോർട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.